റഷ്യൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരത്തിന് എന്ത് കാര്യമെന്നല്ലേ? ഇങ്ങ് തിരുവനന്തപുരത്ത് നിന്നും റഷ്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാം. തലസ്ഥാനത്ത് പാളയത്തുള്ള റഷ്യൻ കോൺസുലേറ്റിലാണ് പോളിംഗ് സ്റ്റേഷനുള്ളത്. ഭാരതത്തിൽ താമസിക്കുന്നവർക്കും വിനോദസഞ്ചാരികൾക്കും വേണ്ടിയാണ് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ അനന്തപുരിയിലും ആവേശം അലയടിക്കുകയാണ്. ആവേശത്തിമിർപ്പിലായതാകട്ടെ റഷ്യക്കാരും. തിരുവനന്തപുരം പാളയം റഷ്യൻ കോൺസുലേറ്റിലാണ് റഷ്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിച്ചത്. 60-ലധികം പേരാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയത്. കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്തുനിന്ന് സമ്മതിദാനം നിറവേറ്റാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് എല്ലാവരും. Yes, Tubarkala, but I'd like to say that here in Trivandrum, in this Russian house, we are first time. And we are pleased, impressed how nice was organized here, everything. And also these elections, it is something special for us, I can say. ഇതിനു മുമ്പ് നിരവധി തവണ തിരുവനന്തപുരം റഷ്യൻ തിരഞ്ഞെടുപ്പിന് സാക്ഷിയായതായി റഷ്യൻ ഓണററി കോൺസുലും റഷ്യൻ ഹൗസ് ഡയറക്ടറുമായ രതീഷ് സി നായർ പറഞ്ഞു. പ്രധാനമായും കേരളത്തിൽ സ്ഥിരമായി താമസിക്കുന്നവരും ടൂറിസ്റ്റുകളുമായിട്ടുള്ള റഷ്യക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇപ്രാവശ്യം പ്രതീക്ഷയെക്കാളും കൂടുതൽ റെസ്പോൺസ് റഷ്യക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. 60-ൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും കേരളത്തിൽ സ്ഥിരമായി താമസിക്കുന്നത്, വിവാഹം കഴിച്ച് താമസിക്കുന്നവരുണ്ട്, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ടൂറിസ്റ്റുകളായിട്ട് വന്നവരുണ്ട്. വർക്കലയിൽ തന്നെ വലിയൊരു കമ്മ്യൂണിറ്റി റഷ്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവരെല്ലാം തന്നെ ഇന്നത്തെ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നു. ബാലറ്റിലാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. മാർച്ച് 15 മുതൽ 17 വരെ 3 ഘട്ടങ്ങളായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഉൾപ്പെടെ 4 പേരാണ് മത്സരരംഗത്തുള്ളത്. ബാലറ്റ് പേപ്പറുകൾ ആദ്യം കൂടംകുളത്തേക്കും അവിടെ നിന്ന് മോസ്കോയിലേക്കും എത്തും. ജനം, തിരുവനന്തപുരം.